ഒരു ഹായ് പറ. ഹായ് പറയ്. ഞായറാഴ്ചയായിട്ട് ഇവരെ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഡീറ്റെയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ഈ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അവിടുത്തെ ഈ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറണം കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി. ഞാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്നെ അറിയോ? അറിയില്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ ലുങ്കിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലുങ്കി കൊടുത്തുകൊണ്ട് ഇവിടെ കയറാൻ പാടില്ല എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു. ചേട്ടനെ അറിയാമെന്നറിയില്ല. എന്നെ അറിയോ ചേട്ടൻ? അറിയില്ല അല്ലേ? എന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും ഞങ്ങളൊന്ന് മുകളിൽ പോയിട്ട് വരട്ടെ. നടക്കി മക്കൾ നടക്കി. ഇതിലേ കയറി. അപ്പം സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചേട്ടനെ അറിയാൻ സാധ്യതയില്ലാത്തത് കാരണം ചേട്ടൻ ഒരുപാട് നാളായിട്ട് ഇവിടെ ഇല്ല. പുള്ളി നേരത്തെയൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട് ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ജീനസിൻ്റെ അച്ഛനെന്ന് പറയും അയാൾക്ക് എന്നെ അറിയില്ല. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുങ്കി എടുത്തുകൊണ്ട് ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അതിലേ കയറാൻ മോളെ ഇങ്ങോട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന കൂട്ടുകാരാണ് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാച്യുവിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരണം കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ ഈ സ്റ്റാച്യൂടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുക. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം വലിയ പള്ളി ഗോപുരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടല്ലോ, നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഉണ്ടോ? ബഹളം നോക്കില്ലേ, ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആ സ്റ്റാച്യൂടെ തൊട്ട് താഴെയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ദൂരോട്ട് കാണുന്നത് നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. എൻ്റെ ക്രെയിനൊക്കെ ഇവിടെ നിന്നാണ് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടു നോക്കണേ. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം വലിയടപ്പുറ സൈഡ് കേട്ടോ. ഈ കാണുന്നില്ലേ വലിയടപ്പുറ സൈഡാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഫിഷിംഗ് ഹാർബർ, പണ്ടേ എന്നുള്ള നമ്മുടെ ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ. അപ്പോൾ ദൂരോട്ട് കാണുന്ന നമ്മുടെ വിഴിഞ്ഞം മൊഹീദ്ദീൻ പള്ളി കാണാം. അതുപോലെ തന്നെ പുതുതായിട്ട് നിർമ്മിച്ച മൊഹീദ്ദീൻ പള്ളി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. ഇനിയും നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സ്റ്റാച്യുവിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറി വന്നിട്ട് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ മക്കളെ ഇതുവരെ ഇവർ ഇവിടെ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ് ഇതുപോലെ മുകളിലോട്ട് കയറിയിട്ട് ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവർ ഇവിടെ വന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ പറ. ഓക്കെ.